സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, സ്നേഹിതരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചിത്തിര നക്ഷത്ര ജാതകരുടെ ശനി മാറ്റത്തെ പറ്റിയാണ്. ചിത്തിര നക്ഷത്രം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ഭയം. ചിത്തിര പറഞ്ഞാൽ കുടുംബത്തിന് ദോഷം ഉണ്ടെന്നൊക്കെ പറയുന്നു. അതിൽ വലിയ കാര്യമൊന്നും കാണുന്നില്ല. ചിത്തിരയുടെ തുടക്കം ചെറിയ ചെറിയ അരിഷ്ടതകൾ കുടുംബത്തിനുണ്ടാക്കും. അല്ലാതെ ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച എല്ലാവർക്കും കുഴപ്പമെന്ന് പറയുന്നത് നമുക്ക് അത്ര വിശ്വസനീയമല്ല. ചിത്തിര നക്ഷത്ര ജാതകർ എത്രയോ വലിയ നേതാക്കന്മാരും പ്രഭുക്കന്മാരും കുടുംബത്തെ സ്നേഹിക്കുന്നവരും കലാകാരന്മാരും രാജയോഗമുള്ള കുടുംബങ്ങളിൽ ജീവിക്കുന്നവരും അതുപോലെ തന്നെ കർഷകരിൽ പ്രമുഖരും എഴുത്തുകാരിൽ പ്രമുഖരും അഭിനയ സാമ്രാട്ടുകളും പ്രശസ്തരായ ഗാന രചയിതാക്കളും പാടുന്നവരും എല്ലാം ചിത്തിര നക്ഷത്രത്തിൽ നാം കണ്ടുവരാറുണ്ട്. ചിത്തിര നക്ഷത്രം പൊതുവെ ഒരു ദൈവിക നക്ഷത്രം കൂടെയാണ്. ഇവർ ജനിക്കുന്നത് 2 കൂറിലാണ്. ആദ്യത്തെ കൂറ് കന്നിക്കൂറും രണ്ടാമത്തെ കൂറ് തുലാക്കൂറും ആകുന്നു. കന്നിക്കൂറുകാർക്ക് ശനി ഇപ്പോൾ 6-ാം ഇടത്ത് നിൽക്കുന്നു. അത് ശനി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരുപാട് അന്ന് വ്യാഴം കൂടെ മറഞ്ഞു നിന്നു. ഇപ്പം വ്യാഴൻ ഭാഗ്യസ്ഥാനത്ത് കൂടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ഇപ്പോൾ ധാരാളം ഗുണഗണങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ശനി 2025 മാർച്ച് 29 മാറ്റം സംഭവിക്കുന്നു. അതുവരെ 2025 മാർച്ച് 29 വരെയുള്ള അവരുടെ ശനിയുടെ അവസ്ഥകളെ പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അവർക്ക് ശനിയെ കൊണ്ട് ഇപ്പോൾ യാതൊരു ദോഷവുമില്ല. 6-ാം ഭാവം രോഗസ്ഥാനം, ശത്രുസ്ഥാനം, കടസ്ഥാനം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കൊണ്ട് കുംഭൻ രാശിയിൽ വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കുകയില്ല. ശത്രുക്കളായിരുന്നവർ പോലും മിത്രങ്ങളായി വന്നു ചേരും. അതുപോലെ തന്നെ അവർക്ക് ഇതുവരെ കാർഷികപരമായിട്ടും പൂർവിക കുടുംബ സ്വത്തുകൾ ലഭിക്കുവാൻ അവസരങ്ങളില്ലാതിരുന്നു. ഈ കാലഘട്ടത്തിൽ അതിനെല്ലാം ഉള്ള അവസരങ്ങൾ കൈവരുകയാണ്. ഇവർ പൊതുവെ സാത്വികരായിരിക്കും, സത്യസന്ധന്മാരായിരിക്കും, പ്രശസ്തരുമായിരിക്കും. അടുത്ത് തുലാക്കൂറിൽ പിറന്ന ഇവർക്ക് ശനി ഇപ്പോൾ 5-ാം ഇടത്തും വ്യാഴൻ അഷ്ടമത്തിലും നിൽക്കുന്നു. അപ്പോൾ 5-ാം ഇടത്ത് നിൽക്കുന്ന ശനി ഇവർക്ക് സാമ്പത്തിക ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല എങ്കിലും സന്താനങ്ങളെ കൊണ്ട് അല്പ ക്ലേശങ്ങളും വ്യാഴന്റെ മറവ് കൊണ്ട് കഴിഞ്ഞ വർഷം ചെയ്ത ചില ബാധ്യതകൾ, കഴിഞ്ഞ വർഷം വീട് വയ്പ്പോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വേണ്ടി വെളിയിൽ അയക്കുവാനോ അവർക്ക് ഉന്നത പഠനത്തിന് വേണ്ടിയൊക്കെ ചെലവാക്കിയ ഒരു ബാധ്യതകൾ അല്പം മുന്നിട്ട് നിൽക്കും. എങ്കിലും ഇവരുടെ കഠിനാധ്വാനങ്ങൾ കൊണ്ട് അവ മാറ്റുവാൻ സാധിക്കുന്നതാണ്. പൊതുവെ തുലാക്കൂറുകാർ കച്ചവടപ്രിയരാണല്ലോ. അവർ ഉദ്യോഗസ്ഥരാണെങ്കിലും ചില കച്ചവടങ്ങൾ അവരും കുടുംബവും ചേർന്ന് കച്ചവടങ്ങൾ ചെയ്ത് അവരുടെ ബന്ധപ്പെട്ടിരിക്കുന്ന ബാധ്യതകൾ തീർക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളുക. എങ്കിൽ നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീർന്ന് ഭാഗ്യത്തിലേക്ക് വരും. പൊതുവെ ഈ ഒരു കൊല്ലം അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ശനി തുടങ്ങിയതിനേക്കാൾ കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ശനി നിൽക്കുകയായിരുന്നു. ഇനി 1 കൊല്ലം കൂടെ അവർക്ക് ശനി മേൽപ്പറഞ്ഞ ഭാഗങ്ങളിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ അധ്വാനം കൊണ്ട് ഇവരുടെ ബാധ്യതകൾ തീർക്കുകയും അടുത്ത വർഷം മുതൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ഇവർക്ക് ഉത്തമ കാലഘട്ടമാകുന്നു. ഇവർ ജനിക്കുന്നത് ചൊവ്വ ദശയിലാണ്. ചൊവ്വ 7 കൊല്ലം ഉണ്ടെങ്കിലും ഏതാണ്ട്
അനുസരിച്ച് തുടക്കത്തിലാണെങ്കിൽ 5 കൊല്ലമോ 6 കൊല്ലമോ കിട്ടും, മധ്യത്തിലാണെങ്കിൽ 4 കൊല്ലം കിട്ടും, ഏറ്റവും അന്ത്യത്തിലാണെങ്കിൽ 1 കൊല്ലമോ 2 കൊല്ലമോ കിട്ടും. എന്നാലും നമുക്ക് ഒരു ചൊവ്വ 4 കൊല്ലം എടുക്കാം. അപ്പം ചൊവ്വ 4 കൊല്ലം, അത് കഴിഞ്ഞാൽ രാഹുർ ദശ 18 കൊല്ലം. അപ്പോൾ 24 വയസ്സ് വരെ ഇവർക്ക് രാഹുർ ദശയാണ്. ഇവർക്ക് 5-6 വയസ്സ് മുതൽ പഠനത്തിന് നല്ല പുഷ്ടി ഉണ്ടാകും. 6, 8, 10, 12 ഈ കാലങ്ങളിൽ ഗ്രഹം വയ്ക്കുകയും ഗ്രഹം മാറി താമസിക്കുവാനുള്ള യോഗങ്ങൾ ഇവർക്കും ഇവരുടെ സാന്നിധ്യം കൊണ്ട് കുടുംബത്തിന്, പിതാവിനും മാതാവിനും ബന്ധുക്കൾക്കും ഉണ്ടാകും. അതുപോലെ തന്നെ 18, 19, 22 ഈ കാലങ്ങളിൽ ഇവർക്ക് സാമാന്യ പഠനവും 23-ൽ ഉദ്യോഗയോഗവും കാണപ്പെടുന്നു. കൂടുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് 24, 25 വയസ്സോടുകൂടി പഠന പൂർത്തീകരണവും തൊഴിൽ യോഗവും, 23 വയസ്സിന് ശേഷം മിക്കവാറും ഇവർക്ക് സ്ഥാനം വിട്ടുള്ള പഠനവും അല്ലെങ്കിൽ സ്ഥാനം വിട്ടുള്ള ഉദ്യോഗമോ ലഭിക്കുന്നതാണ്. ഇവർ സ്ത്രീകൾക്കാണെങ്കിൽ 20 മുതൽ 22 വരെ വിവാഹത്തിന് ഒരു കാലഘട്ടവും, അല്ലെങ്കിൽ 24-ന് ശേഷം 26-നകത്ത് വിവാഹത്തിന് മറ്റൊരു കാലഘട്ടവും ആകുന്നു. ശേഷം സന്താനം, ഗ്രഹയോഗം, വാഹനാദി യോഗങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും. 22 വയസ്സിന് ശേഷം 16 കൊല്ലം വേഴദശ, അതായത് 38 വയസ്സും ശിഷ്ടം വരെ വേഴദശ. ഈ വേഴദശാകാലം ഇവർക്ക് പൊതുവെ വളരെ ഐശ്വര്യങ്ങളും ഗ്രഹയോഗവും വാഹനയോഗവും ഉന്നതജന സമ്പർക്കങ്ങളും അനുഭവമാകുന്നു. അത് കഴിഞ്ഞാൽ വേഴദശ കഴിഞ്ഞാൽ 19 കൊല്ലം ശനിദശ. ശനിദശ പൊതുവെ തുലാക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും ദോഷങ്ങൾ ചെയ്യുകയില്ല. ശനിദശ തുടക്കത്തിൽ 35, 37 ഈ കാലങ്ങളിൽ അല്പ ശരീരപീഡകൾ ഉണ്ടാകുമെങ്കിലും ശേഷം കുടുംബത്തിന് ഐശ്വര്യങ്ങളും മാതാവിനും പിതാവിനും എന്നുവേണ്ട സന്താനങ്ങൾക്കും അമ്മാവൻ, അപ്പൂപ്പൻ എന്നിവർക്കെല്ലാം ഭാഗ്യ ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ഇവരുടെ സഹായം കൊണ്ട് അവർക്കും സാമ്പത്തികമായ ഉയർച്ചകളും ഉണ്ടാകും. മധ്യവയസ്കർക്ക് സന്താനങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായി കുറച്ച് ഇടവിട്ട അരിഷ്ടതകൾ ഉണ്ടാക്കുമെങ്കിലും അതും സന്താനങ്ങളെ കൊണ്ട് അത് വീട് തീരുകയും ചെയ്യും. ഈ ശനിയുടെ ഉത്തമ ഫലത്തിനു വേണ്ടി ഇവർ ശാസ്താവിന് നീലാഞ്ജനവും ഹനുമാന് വടമാലയും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി അർച്ചന എന്നിവ നൽകിക്കൊള്ളണം. അത് ഒപ്പം ഗണപതി ഭഗവാനും യഥാവിധി പൂജാ കർമ്മങ്ങൾ നടത്തിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ ഇവർക്ക് ബുധദശയാകുന്നു 17 കൊല്ലം. അങ്ങനെ ആ ബുധദശയും ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും. ബുധദശയിൽ പ്രായമായവർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും സന്താനങ്ങൾ വഴി അവ പരിഹരിച്ച് അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനോ അല്ലെങ്കിൽ അവർക്ക് പുതിയ ഭവനങ്ങൾ വച്ചു കൊടുക്കുവാനോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം കഴിവുകൊണ്ട് സാമ്പത്തിക നിലയും കച്ചവട പുരോഗമനവും 45-ന് ശേഷം അല്ലെങ്കിൽ 35-ന് ശേഷമോ അല്ലെങ്കിൽ 28-ന് ശേഷമോ മധ്യവയസ്കർക്ക് വിദേശത്ത് പോയി ധനം സമ്പാദിക്കാനുള്ള ഭാഗ്യയോഗങ്ങളും അനുഭവമാകുന്നു. ശനിദശയുടെ പൂർണ്ണ അനുഭവങ്ങൾ ഇവരുടെ അധ്വാനത്താൽ ലഭിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ബുധദശ നേരത്തെ പറഞ്ഞതുപോലെ 17 കൊല്ലം. ഈ 17 കൊല്ല കാലഘട്ടത്തിലും ഇവർക്ക് സാമ്പത്തികത്തിന് യാതൊരു ദോഷങ്ങളും വരികയില്ല. അത് കഴിഞ്ഞ് വരുന്നത് 7 കൊല്ലം കേതു ദശയാണ്. കേതുവിൽ അല്പ അരിഷ്ടതകളും ചിലപ്പോൾ ഒരുപക്ഷെ സ്ഥാനം മാറി താമസിക്കുക, അല്ലെങ്കിൽ മക്കൾക്ക് വിദേശ യോഗമോ ഭാഗ്യമോ ഉണ്ടെങ്കിൽ അവരെ കൂടെ ഒപ്പം വിദേശത്ത് പോയി കുറച്ചു കാലം കഴിയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് ഉണ്ടാകും. ഇവർക്ക് ഈ കാലഘട്ടത്തിൽ വിട്ടുവിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും. അതിന് ആധുനിക ചികിത്സയും ഒപ്പം
ഈശ്വരവചനവും വിഷ്ണു പൂജയും ബുധനാഴ്ച തോറും കൃഷ്ണന് പാൽപായസവും നൽകുകയും പിന്നെ ഗണപതി ഭഗവാനെയും സർപ്പരാജാവിനെയും യഥാവിധി പൂജിച്ചുകൊണ്ട് കേതുദശയുടെ ദോഷങ്ങൾ മാറ്റുക. അത് കഴിഞ്ഞാൽ 20 കൊല്ലം ശുക്രദശ. ശുക്രൻ ഇവർക്ക് പൊതുവെ നന്നായിരിക്കും. ഈ കാലഘട്ടം വ്യാഴൻ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് മധ്യവയസ്കർക്കും വിദ്യാർത്ഥികൾക്കും നല്ല പ്രായമായ 70 വയസ്സിന് ശേഷം പ്രായമായവർക്കും അനുകൂലാവസ്ഥകളെ തന്നെ കൊടുക്കും. ഗ്രഹബലം, വാഹനബലം, വിദേശത്ത് പോയിരിക്കുന്ന സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യങ്ങൾ, അതുപോലെ ബന്ധുക്കളിൽ നിന്നുള്ള ഭാഗ്യ ഐശ്വര്യങ്ങൾ, നാട്ടിൽ നിന്നുള്ള മറ്റ് ആൾക്കാരിൽ നിന്നുള്ള സ്നേഹാദരവുകൾ, പൊതുപ്രവർത്തകർക്ക് പൊതുപ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഉയർച്ച, അംഗീകാരം എന്നിവയെല്ലാം ലഭിക്കും. പൊതുവെ ചിത്തിര നക്ഷത്ര ജാതകര് എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ ജനങ്ങളുമായി സഹകരിക്കുന്നവരും സ്നേഹസമ്പന്നന്മാരും സ്ത്രീ പുരുഷ ഭേദമന്യേ ഇവർ ഭാഗ്യ ഐശ്വര്യങ്ങൾ ഉള്ളവരും സത്യസന്ധരും ആവിർഭവിക്കും. സത്യസന്ധത ഇവർക്ക് എപ്പോഴും ഒരു ബലഹീനതയായിട്ട് തന്നെ നമുക്ക് തോന്നാം. ചിത്തിര നക്ഷത്ര ജാതകർക്ക് ചൊവ്വാ ദശയിൽ ജനിക്കുന്നത് കൊണ്ട് പൗരക്കല്ലും അടുത്തത് രാഹുർ ദശ ആയതുകൊണ്ട് ഗോമേതകല്ലും, അത് കഴിഞ്ഞാൽ വ്യാഴദശ ആയതുകൊണ്ട് വ്യാഴന് വേണ്ടി പുഷ്യരാഗക്കല്ലും, ശനിക്ക് വേണ്ടി ഇന്ദ്രനീലവും, ബുധന് വേണ്ടി മരതകവും, കേതുദശയിൽ വൈദൂര്യവും, ശുക്രദശയ്ക്ക് വേണ്ടി വൈരക്കല്ലും ധരിക്കാവുന്നതാണ്. ഇവർ പൊതുവെ ചൊവ്വാദശയിൽ ജനിക്കുന്നത് കൊണ്ട് മുരുക ഭഗവാനെ പൂജിക്കുകയും ഷഷ്ടിക്ക് വ്രതമെടുക്കുകയും അടുത്തുള്ള മുരുകൻ കോവിലുകളിൽ പോയി പൂജ നടത്തുകയും ചെയ്യുന്നതും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പോകുന്നതും വളരെ ഉത്തമമായിരിക്കും. പൊതുവെ സാത്വിക നക്ഷത്രമായ ചിത്തിര ജാതകർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊള്ളുന്നു എന്ന് മലയങ്കിരി പുരുഷോത്തമൻ.